വനവും ഇന്ത്യൻ ഭരണഘടനയും. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ലിസ്റ്റിലാണ് വനത്തെക്കുറിച്ച് പറയുന്നത്? കൺകറൻറ്റ് ലിസ്റ്റിലാണ്. അന്നേരം വനത്തെക്കുറിച്ച് പറയുന്നത് കൺകറൻറ്റ് ലിസ്റ്റിലാണ്. പട്ടിക 7ലാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. 1976 മിനി കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് 42ാം ഭേദഗതി പ്രകാരമാണ് വന്യമൃഗങ്ങളുടെ സംരക്ഷണം കൺകറൻറ്റ് ലിസ്റ്റിലേക്ക് മാറ്റിയത്. അന്നേരം 42ാം അമെൻമെൻറ്റ് പ്രകാരമാണ് വന്യമൃഗങ്ങളുടെ സംരക്ഷണം കൺകറൻറ്റ് ലിസ്റ്റിലേക്ക് മാറ്റപ്പെട്ടത്. അത് 1976 ഇനി വനങ്ങളും വന്യജീവികളും ഉൾപ്പെടെയുള്ള പരിസ്ഥിതി സംരക്ഷിക്കുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യേണ്ടത് ഓരോ പൗരൻ്റെയും മൗലിക കടമയാണ്. അന്നേരം ഓരോ പൗരൻ്റെയും മൗലിക കടമയാണ്. ഇത് ഏത് ആർട്ടിക്കിളിലാണ്? അന്നേരം ആർട്ടിക്കിൾ 51A മൗലിക കടമകളാണ്. ഇതിൽ സബ് കാറ്റഗറി ജിയിലാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. അന്നേരം വനങ്ങളും വന്യജീവികളും അതുപോലെ തന്നെ പരിസ്ഥിതി സംരക്ഷിക്കുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യേണ്ടത് ഓരോ പൗരൻ്റെയും കടമയാണ് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 51A സബ് കാറ്റഗറി ജിയിലാണ് പറയുന്നത്. ഇനി വനങ്ങളുടെയും വന്യജീവികളുടെയും പരിരക്ഷയും പരിസ്ഥിതി സംരക്ഷണവും രാഷ്ട്രത്തിൻ്റെ കടമയാണ് എന്ന് പറയുന്നത്. രാഷ്ട്രത്തിൻ്റെ കടമയാണെന്ന് പറയുന്ന ആർട്ടിക്കിൾ 48A. അന്നേരം വനങ്ങളുടെയും വന്യജീവികളുടെയും പരിരക്ഷയും പരിസ്ഥിതി സംരക്ഷണവും രാഷ്ട്രത്തിൻ്റെ കടമയാണെന്ന് പറയുന്നത് 48A.